ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് തൊടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. കാരണം സാവധാനം വെച്ചാൽ മതി ഇന്നത്തെ കറികളൊക്കെ. അപ്പം മാമ്പഴ പുളിശ്ശേരി വെക്കാനൊരു ആഗ്രഹം. ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മാങ്ങ ഉണ്ടാവുന്ന കാലത്ത് മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഒരു സീസണൽ ഡിഷല്ലേ. അപ്പം ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് മാങ്ങ വീണിട്ടുണ്ടാവും, പഴുത്ത മാങ്ങ. അതൊന്ന് നോക്കാൻ ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രി മഴ പെയ്ത കാരണം ഇഷ്ടം പോലെ മാങ്ങ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ മാങ്ങ കഴിക്കാനും നല്ലതാണ്, അതേപോലെ തന്നെ കറി വയ്ക്കാനും നല്ലതാണ്. മാമ്പഴപ്പുളിശ്ശേരി മോരോ തൈരോ ഒക്കെ കൂട്ടി മാമ്പഴപ്പുളിശ്ശേരി വെച്ചാൽ ഇന്ന് കുറച്ച് ഞണ്ടും ഉണ്ട്. അപ്പം ഞണ്ട് കറിയും ഞണ്ടൊരു സൈഡ് ഡിഷ് പോലെ മാങ്ങ കൂട്ടാനും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ നായക്കുട്ടന് എന്തോ എറുമ്പ് കടിച്ചിട്ട് കിടന്ന് പരാക്രമം കളിക്കണ കണ്ടത്. അത്യാവശ്യം മാങ്ങയൊക്കെ കിട്ടിയിട്ട് ഒരു 10-25 മാങ്ങ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതിലിനി മുറിച്ച് നോക്കുമ്പോൾ ചിലത് പുഴുണ്ടാവും, ചിലത് നല്ലതായിരിക്കും. എന്തായാലും കൊണ്ടുപോയി നോക്കാം. ഇത് സാധാരണ ശർക്കര മാങ്ങയല്ല, അതായത് ഊമ്പിക്കുടിയൻ മാങ്ങ, ശർക്കര മാങ്ങ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മാങ്ങയല്ലേ, അതല്ല. പക്ഷേ ഏതാണ്ട് അതിനോടടുത്ത് മധുരമുള്ളൊരു നാട്ടുമാങ്ങ തന്നെയാണ്. അത് കാരണം പഴുത്തിങ്ങനെ വീഴും താഴേക്ക്. മഴ പെയ്യണ സമയത്ത് തലേന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വീഴും. കൂട്ടത്തിൽ പറയട്ടെ, മുറ്റത്തൊരു കാലാപാടി എന്ന് പറയുന്നൊരു മാവുണ്ട്. മാവിൻ്റെ തൈ ഞാൻ ബഡ് ചെയ്ത് തൈ കൊണ്ട് വെച്ചതാണ്. അത് ഇക്കൊല്ലം കായ്ച്ചിട്ടുണ്ട്. അതിലുള്ള കായ പക്ഷേ ഒക്കെ നിലത്ത്, ആകെ 5 ഉണ്ടാവുള്ളത്, അതുപോലെ നിലത്ത് വീണ് പോവുകയാണ്. നല്ല മധുരമുള്ളതാണത്. ഇത് വേറൊരു ബഡ് തൈയാണ്, ഇതും കായ്ച്ചിട്ടുണ്ട്. ഈ വർഷം നന്നായിട്ട് മാങ്ങ കായ്ച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും നിലത്ത് വീണതിൻ്റെ മുന്നേ ഞാനത് എടുത്ത് പഴുപ്പിക്കാൻ വേണ്ടി ഒരെണ്ണേ കിട്ടിയുള്ളൂ. ആകെ 3 ഉണ്ടായിരുന്നു, 1 മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ആ കാലാപ്പാടി എന്ന് പറയുന്ന മാങ്ങ. അത് ഞാൻ പറിച്ചു വെച്ചു. ഇതാ പുഴു കുത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതാ കണ്ടല്ലോ, ഏകദേശം ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും, പുറത്തൊന്നും കാണില്ല. അണ്ടിയുടെ ആ ഭാഗം വരെ പോയിട്ട് പഴുക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇക്കണ്ട മാങ്ങ മുഴുവൻ നല്ലതായിക്കൊള്ളുന്നില്ല, അതിൽ ചിലതൊക്കെ കേടായിരിക്കും. ഒരു പകുതി മുക്കാലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. കുറേയൊക്കെ ചെത്തി നോക്കുമ്പോഴേ അറിയുള്ളൂ. എന്നാലും എടുത്തു, കാരണം താഴെ വീണ മാങ്ങയല്ലേ, നമ്മൾ പറിച്ചെടുക്കണതല്ലല്ലോ. മാങ്ങ നന്നായിട്ട് തോലടക്കം കഴുകിയിട്ട് കറുള്ള ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് തോലിങ്ങനെ വട്ടത്തിൽ ചെത്തി വെച്ചാൽ 2 ഭാഗത്തു നിന്നും ഇങ്ങനെ പൊളിഞ്ഞു കിട്ടും. കണ്ടോ, ഒരുപാട് മാങ്ങയൊന്നും കിട്ടിയിട്ടില്ല, കുറേയൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട്. കുറച്ച് ഞാൻ നാളേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. മാങ്ങാക്കൂട്ടാൻ വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഈ തോല് കളയില്ല. തോലിൽ അത്യാവശ്യം മാങ്ങയുടെ ദശ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയാൽ അതിൽ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് വരും. ആ വെള്ളം മാങ്ങ കറി വെക്കുമ്പോൾ വെറും പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ മാങ്ങയുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ആവശ്യത്തിന് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാൻ വെക്കാം. നന്നായി തിളച്ച് വരുമ്പം 1.5 അച്ച് 2 അച്ച് ശർക്കരയൊക്കെ മധുരത്തിനനുസരിച്ച്, എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമാണ്. ഇത് ആവശ്യത്തിന് മധുരം ഉണ്ട്, എന്നാലും കുറച്ച് ശർക്കര ഞാൻ അധികം ആഡ് ചെയ്യും. തേങ്ങയിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും തൈരും ചേർത്ത് മിക്സിയിലടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തിട്ടാൽ കറി റെഡിയായി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ മാമ്പഴ പുളിശ്ശേരിയും ഞണ്ട് വരട്ടിയതും 2 പപ്പടും
അതായിരുന്നു ഇന്നത്തെ ഊണ്. നല്ല സ്വാദുണ്ടായിരുന്നു.